1980-ൽ ഒരു വില്ലനായി വന്ന ആ ചെറുപ്പക്കാരൻ പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു അംഗമായി മാറിയതുപോലെയാണ് തോന്നിയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ആ വില്ലൻ ചിരിയിൽ നിന്ന് നമ്മുടെ ഉള്ളുലച്ച സേതുമാധവന്റെ വേദിയിലേക്ക്, മംഗലശ്ശേരി നീലകണ്ഠന്റെ അഹങ്കാരത്തിലേക്ക്, അല്ലെങ്കിൽ ദശരഥത്തിലെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷാദത്തിലേക്ക് നിൽക്കുന്ന ആ മനുഷ്യനിലേക്ക്. ഓരോ കഥാപാത്രവും നമ്മൾ കാണുന്നത് മോഹൻലാലിനെ ആയിരുന്നില്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യരെയായിരുന്നു. ഒരു നടൻ ഇത്രത്തോളം സ്വാഭാവികമായി യാതൊരു പ്രയാസവുമില്ലാതെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത് വേറെ കണ്ടിട്ടില്ല ഞാൻ. നമ്മൾ അദ്ദേഹത്തെ സമ്പൂർണ്ണ നടൻ എന്ന് വിളിക്കാറുണ്ട്, ശരിയല്ലേ? എനിക്കെന്താണ് അങ്ങനെ തോന്നാൻ കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു വേഷവുമില്ല. ഒരു കോമഡി കഥാപാത്രം കൊടുത്താൽ നമ്മളെ ചിരിയുടെ ലോകത്തേക്ക് എത്തിക്കും. നാടോടിക്കാറ്റിലെ ദാസനെ ഓർക്കുന്നില്ലേ? അല്ലെങ്കിൽ വെള്ളാനകളുടെ നാട്ടിലെ വിജയനെ? ആ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചിരിച്ച് നിലത്ത് വീണുപോകും. അതേസമയം കിരീടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ നെഞ്ച് ഒരു ഭാരം പോലെ നിറയും. സേതുമാധവന്റെ വിധി നമ്മുടെ വേദനയായി മാറും. ഭരതത്തിലെ ഗായകനാവുമ്പോൾ ആ സംഗീതം നമ്മുടെ കാതുകളിൽ മുഴങ്ങും. വാനപ്രസ്ഥാനത്തിലെ കഥകളിക്കാരനാകുമ്പോൾ ആ കലയുടെ ഗാംഭീര്യം നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ഓരോ വേഷങ്ങളും മോഹൻലാൽ അഭിനയിക്കുകയായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആ കഥാപാത്രമായി മാറുകയായിരുന്നു. അതുകൊണ്ടാണ് സ്ഫടികത്തിലെ ആടുതോമയെ കണ്ടിട്ട് നമ്മൾ ഭയപ്പെട്ടതും, ദേവാസുരത്തിലെ നീലകണ്ഠനെ സ്നേഹിച്ചതും, നരസിംഹത്തിലെ ഇന്ദുചൂടനെ നെഞ്ചേറ്റിയതും. ഇത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു അവാർഡ് മാത്രമല്ല, 40 വർഷത്തിലേറെയായി നീണ്ട അദ്ദേഹത്തിന്റെ കരിയറിനുള്ള ഒരു ആദരവാണ്. 4 ദേശീയ അവാർഡുകൾ, നിരവധി സംസ്ഥാന അവാർഡുകൾ, പത്മശ്രീ, പത്മഭൂഷൺ, ഈ പട്ടിക നീളുകയാണ്. എങ്കിലും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഒരു നടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കിരീടം തന്നെയാണ്, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി. ഇത് മോഹൻലാലിന് മാത്രം ലഭിച്ച അംഗീകാരമല്ല, മറിച്ച് അദ്ദേഹത്തിലൂടെ നമ്മുടെ മലയാള സിനിമയ്ക്ക്, നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ കലയ്ക്ക് ലഭിച്ച ഒരു അംഗീകാരമാണ്. ഈ നേട്ടം ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എവിടെയൊക്കെ ശ്രദ്ധിച്ചാലും ഈ സന്തോഷം കാണാം. ചായക്കടകളിൽ, ഓഫീസുകളിൽ, ഇടവേളകളിൽ, കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, എല്ലായിടത്തും ഒരേ ഒരു വിഷയം മാത്രം: എടാ, ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടിയടാ. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷത്തിന്റെ ഇടിമുഴക്കം മുഴങ്ങുന്നില്ലേ? ഒരു കാലത്ത് സിനിമകളുടെ പിന്നാലെ ഓടി പോസ്റ്ററുകൾ ഒട്ടിച്ച്, ഫാൻസ് അസോസിയേഷനുകളിൽ മുദ്രാവാക്യം വിളിച്ച്, തിയേറ്ററിൽ 1-ാം ഷോ കാണാൻ ഉറങ്ങാതെ കാത്തിരുന്ന ആരാധകർക്ക് ഇന്നും അവരുടെ സ്വന്തം നടന്റെ വിജയം സ്വന്തം വിജയമായി തോന്നുന്നില്ലേ? അതൊരു വികാരമാണ്. ആ വികാരം നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. കേരളത്തിൽ നിന്ന് പുറത്തുള്ള മലയാളികളുടെ കാര്യം പറയേണ്ടതില്ല. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളി സമൂഹങ്ങളിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ, മോഹൻലാൽ, ദാദാസാഹിബ് ഫാൽക്കെ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആവുകയാണ്. ആരാധകർ മാത്രമല്ല, സഹപ്രവർത്തകർ, സംവിധായകർ, യുവതാരങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ പ്രസ്താവന തന്നെ ഇതിൽ ശ്രദ്ധേയമായിരുന്നു. ഇതൊരു അവാർഡ് മാത്രമല്ല, നമ്മുടെ മുഴുവൻ മലയാള സിനിമയുടെ മഹിമയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മലയാള അഭിനയത്തിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിലും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു നിർമ്മാതാവും, ഗായകനും, കലാപ്രചാരകനും, സാമൂഹ്യ സേവനങ്ങളിൽ പങ്കാളിയുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. കലയെ ഒരു ഉത്തരവാദിത്തമായി കാണുകയും അതിലൂടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വേറിട്ട ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ സിനിമയുടെ സ്ഥാപകനായ ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണയ്ക്കായാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ലഭിക്കുന്നത് ഏതൊരു നടനോ, സംവിധായകനോ, കലാകാരനോ ആയാലും അവരുടെ മുഴുവൻ ജീവിത പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരമാണ്. മോഹൻലാലിന്റെ കാര്യത്തിൽ അത് 40 വർഷത്തിലേറെ നീണ്ടുനിന്ന, 1000-ലേറെ കഥാപാത്രങ്ങൾ നിറഞ്ഞ, കോടിക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞൊരു സിനിമാ പ്രയാണത്തിനുള്ള ബഹുമതിയാണ്. ഇന്ന് നമ്മൾ മലയാളികൾക്ക് അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാം: ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ പരമോന്നത ബഹുമതി നേടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാഷയ്ക്കും, നമ്മുടെ സംസ്കാരത്തിനും, നമ്മുടെ സിനിമയ്ക്കും ലഭിച്ച ഒരു വലിയ അംഗീകാരമായി തോന്നുകയാണ്. നമ്മൾ വളർന്നു വന്ന സിനിമകളുടെ ഓർമ്മകളും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുമെല്ലാം ഇന്ന് കൂടുതൽ മഹത്വത്തോടെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചില കലാകാരന്മാർ ജനിക്കുമ്പോൾ തന്നെ തലമുറകൾക്ക് അവർ പ്രചോദനമാവുകയാണ്. മോഹൻലാൽ അതിലൊരാളാണ്. ഇന്നത്തെ ഈ ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന്റെ കഴിവിനും കലാപ്രേമത്തിനും മാത്രമല്ല, നമ്മുടെ കൂട്ടായ അഭിമാനത്തിനുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് ആഘോഷിക്കാതെ ഇരിക്കാൻ നമുക്ക് കഴിയുമോ?